വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണ് എഡ്ജ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അവിടെ ഒരു വജ്രായുധം തന്നെയാണ് ഈ ആദായ നികുതി ഇളവ്. കേജ്രിവാൾ നേരത്തെ ബജറ്റിന് മുൻപ് 7 നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആദായ നികുതിയിലെ ഇളവായിരുന്നു. അത് അതേപടി അംഗീകരിക്കുക വഴി ആ ആയുധം തിരിച്ചു പ്രയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലിയർ വിക്കറ്റിൽ നിന്ന് ഇവിടെ സുന്ദരമായിട്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിലേക്ക് വരും എന്ന് ഉറപ്പിച്ചെടുത്ത് ഒരു ബാക്ക് ഫുട്ടിലേക്ക് ആയിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ലേ, ഇലക്ഷൻ അല്ലേ. ഇലക്ഷനിൽ എക്സ് ഫാക്ടേഴ്സ് എല്ലാ കാലവും ഉണ്ടാവാറുണ്ടല്ലോ. അത് ഭരിക്കുന്ന പാർട്ടിയുണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കുണ്ട്. ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും ഭരണത്തിൽ നിന്നൊരു കക്ഷിയെ മാറ്റുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്തൊരു എക്സ് ഫാക്ടേഴ്സും എടുക്കാം. അത് തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ. ഇവിടെ ഞാൻ പലരുടെയും വർത്തമാനം കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും ഞാൻ കേട്ടു. എന്തായാലും 8-ാം തീയതി ഏതാണ്ട് 10 മണി 11 മണിയോടുകൂടി നമുക്ക് ഇതിന്റെ പിക്ചർ ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം നിരീക്ഷണങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ പോലും ഞാൻ ആരും പറയാത്തൊരു കാര്യം ഞാൻ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം. 12 ലക്ഷം വരെയുള്ള ആദായ നികുതി ഇളവ് കിട്ടും എന്നുള്ളത് സത്യമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ അധികാരത്തിൽ വരുന്നെങ്കിൽ ഈ ബഡ്ജറ്റ് പിൻവലിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ മധ്യവർഗം, നമുക്കറിയാം 12 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ വരുമാനമുള്ളവർക്കാണ്. ഡൽഹിയിലെ ഇപ്പൊ ഇവിടെ എല്ലാവരും സംസ്ഥാനം ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ജയിലിൽ കിടക്കുന്ന മനുഷ്യരാണ്. അവരെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ബാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും കിട്ടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ക്ലിനിക്കിൽ മരുന്നുകളും ട്രീറ്റ്മെന്റുകളും ഫ്രീ ആണ്. 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണ്. 2000 ലിറ്റർ വെള്ളം ഫ്രീ ആണ്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ യാത്ര, ഇതെല്ലാം ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതവിടെ കിട്ടിക്കോട്ടെ. ബഡ്ജറ്റിലുള്ള ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ ആണല്ലോ, അത് കിട്ടും. പിന്നെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സേഫ് സോണിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും മാറി ചിന്തിക്കണം എന്നൊരു നിരീക്ഷണം കൂടെ ഇവിടെ ആകാമല്ലോ. ബഡ്ജറ്റ് വന്ന് ബഡ്ജറ്റോടുകൂടി മൊത്തം മധ്യവർഗവും തിരിഞ്ഞു പോകും എന്നൊന്നും പറയാൻ കഴിയില്ല. അവരെങ്ങനെ ചിന്തിച്ചൂടെ? ശരിയാണ്, ബഡ്ജറ്റ് വന്നിരിക്കുന്നു, ആനുകൂല്യം കിട്ടിയിരിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിനെ കിട്ടട്ടെ. ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കേജ്രിവാൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമപ്രദം അത് തുടരട്ടെ എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആരും പറയാൻ ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം, പിന്നെ അവിടുത്തെ സാധാരണ മനുഷ്യര് മൊബൈൽ ഫോണിലും പത്രത്തിലും TV മാധ്യമത്തിലും ഒന്നും, ഞാൻ 5 ദിവസം കഴിഞ്ഞ 5 ദിവസം ഡൽഹിയിലെ ചേരികളിലൊക്കെ സഞ്ചരിച്ച് നടന്ന മനുഷ്യനാണ്. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ക്ലിനിക്കിൽ പോയാൽ മരുന്ന് ഫ്രീ ഉണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയത്ത് ഏത് ബസ്സിൽ AC ആണെങ്കിലും സാധാ ബസ്സിലാണെങ്കിലും ടിക്കറ്റ് ഫ്രീ ആണ്. സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. വെള്ളമുണ്ട്, വൈദ്യുതി ഉണ്ട്. ഈയിടയ്ക്ക് ഒരു കണ്ടതാണ് ഒരു റിപ്പോർട്ടർ, ഒരു BJPയുടെ MLA കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു വ്യക്തി ഓട്ടറോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബിജ്ലി ഫ്രീ ആണോ? അവർ പറയാം ബിജ്ലി ഫ്രീ ആണ്. എത്ര ഫ്രീ ആണ്? 200 യൂണിറ്റ്. അപ്പൊ ആ റിപ്പോർട്ടറും ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സേഫ് സോണിൽ ഡൽഹി ജനത ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു കാര്യം കൂടെ ഞാൻ പറയാം ശ്രീ മഞ്ജുഷ്. അതായത് BJP 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. ക്ലോസ് വളരെ രസമാണ്. ഞങ്ങൾ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല, LED ബൾബുകൾ കൊടുക്കും. LED ബൾബ് വരുമ്പോൾ നിരക്ക് കുറയുമല്ലോ, ഇതാണ് അവരുടെ രീതി. പക്ഷെ കേജ്രിവാൾ പറയും, ഡയറക്റ്റ് ആണ് പറയുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച കോൺഗ്രസും BJP ആക്ഷേപിച്ചു, ഇതിന് ഫണ്ട് എവിടെ നിന്ന് കൊടുക്കും, ഈ ഫ്രീ എവിടെ നിന്ന് കൊടുക്കും? കേജ്രിവാൾ തിരിച്ചു ചോദ്യം എന്താണ്? ഞാൻ തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ, ഒരു മുടക്കവുമില്ലാതെ തന്നില്ലേ, ഞാൻ വീണ്ടും തരും. 2100 രൂപ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ള അവർക്കുള്ള ഫണ്ടുകൾ തരും. അതുപോലെ തന്നെ ഇമാമുമാർക്ക് കൊടുത്ത അതേ ആനുകൂല്യം പൂജാരിമാർക്ക് മാസം 18,000 രൂപ തരും എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കാണിച്ച ഒരാളെ മാറ്റി നിർത്തണമോ, കൊടുക്കാൻ പോകുന്ന ഒരാളെ സ്വീകരിക്കണമോ എന്ന ചിന്ത ഡൽഹി വോട്ടേഴ്സ് ചിന്തിക്കുക. അതുകൊണ്ട് തീർച്ചയായും യാതൊരു കോൺഫിഡൻസ് പ്രശ്നവുമില്ല, ആത്മവിശ്വാസ കുറവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം രാഷ്ട്രീയമാണ്. ശരിയാണ്.